صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ ദർസിൽ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടോ ഞാൻ വേണ്ടതുപോലെ പഠിച്ചില്ല എന്നുള്ള ബോധമില്ലാത്തതിന്റെ പേരിൽ മദ്രസയിലും പഠിച്ചു, ദർസിലും പഠിച്ചു, ബിരുദവും വാങ്ങി. ഇപ്പൊ നോക്കുമ്പോ പറയാണ് ഞാൻ ഇസ്ലാമിലില്ല. അപ്പൊ ചില ആൾക്ക് തോന്നുകയാണ് ഇയാൾ ഓതിയിട്ട് ഇങ്ങനെയാണ് ആയത്. ദർസ് പഠിക്കുന്ന കാലത്ത് സിനിമയും കണ്ടിരുന്നാൽ എങ്ങനെയാണ്? ദർസ് പഠിക്കേണ്ട കാലത്ത് കിതാബോധാതം പഠിക്കാതെ, ദീനിനെ കുറിച്ച് മനസ്സിലാക്കാതെ, അള്ളാന്റെ ഖുർആൻ യഥാർത്ഥത്തിൽ വായിച്ചർത്ഥം വെക്കാനുള്ള, എന്താണ് അതിന്റെ ആശയം എന്ന് മനസ്സിലാക്കാനുള്ള, തഫ്സീർ നോക്കി മനസ്സിലാക്കുന്നതിന് പകരം പാപ്പയും ഉമ്മയും നൽകിയ ഇത്തരം ചെറുപ്പകാലത്തെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് സിനിമ വിടാൻ കഴിയാത്ത മക്കളും ഈ മക്കൾ ഉയർന്നു വന്നപ്പോൾ തൽക്കാലം മുസ്ലിയാനെ മുന്നിൽ, ഉസ്താദിന്റെ മുന്നിൽ തലപ്പാവ് ധരിച്ചിട്ട് മുനാഫിഖീങ്ങൾ റസൂലുള്ളാഹിന്റെ സദസ്സിലിരുന്നത് പോലെ ഇരുന്നിട്ട് പിൽക്കാലത്ത് പോയിട്ട് ഏതോ മതം സ്വീകരിച്ചിട്ടോ മതമില്ലാത്തവനായിട്ട് ഞാൻ വലിയ അങ്ങനെയുള്ള ബിരുദമുള്ളവനാണ്, ഇങ്ങനെയുള്ള ബിരുദമുള്ളവനാണ്, ഇസ്ലാം ശരിയില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോ മുസ്ലിയാൻ എന്താ പേച്ചു പോയത് എന്നുള്ളതിന് കാരണം ദർസാണ് എന്ന് പറയുന്ന വിവരദോഷികളില്ലേ? ഓ മുഅ്മിനായ മനുഷ്യ, സുൽത്താനുൽ ഉലമ പഠിച്ചത് ദർസിലാണ്, താജുൽ ഉലമ പഠിച്ചത് ദർസിലാണ്, താജുൽ ശരിയ പഠിച്ചത് ദർസിലാണ്. നമ്മളെ മുൻഗാമികളും ഇന്ന് ജീവിച്ചിരിക്കുന്നതുമായ അലിമീകളൊക്കെ ദർസിലിരുന്ന് പഠിച്ചിട്ട് അവരാരും അങ്ങനെ പേച്ചു പോയിട്ടില്ലല്ലോ. എന്തേ പേച്ചു പോകാത്തത് എന്നറിയോ? അവര് പഠിക്കുന്ന കാലത്ത് സിനിമ കാണാൻ പോയവരല്ല, പഠിക്കുന്ന കാലത്ത് ബാപ്പമാരെടുക്കൽ നിന്ന് ഇങ്ങനെയുള്ള പാഠങ്ങൾ കിട്ടിയവരല്ല. അവർ അള്ളാന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിച്ചവരാണ്, തഹജ്ജുദ് നിസ്കരിച്ചവരാണ്, ദുഹാ നിസ്കരിച്ചവരാണ്, റവാത്തിബ് ജീവിതത്തിൽ പകർത്തിയവരാണ്, സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിയവരാണ്. അങ്ങനെ മക്കളെ വളർത്തിയെടുക്കാൻ സാധിച്ചാൽ കേൾക്കുന്ന ഉപ്പാ, നമ്മളെ മരണത്തിന്റെ ശേഷവും നമുക്ക് ഉപകരിക്കുന്ന മക്കളാണ്. അല്ലാതെ തന്ത വൈബ് എന്ന് പറയുമ്പോഴേക്ക്, തള്ള വൈബ് എന്ന് പറയുമ്പോഴേക്ക് ഒക്കെ ജായിസാക്കി കൊടുക്കാൻ ഉപ്പമാരെ ചിന്തിക്കരുത് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവനോട് ഉപദേശിച്ചാൽ അവൻ എന്നെ തള്ള വൈബാണ് എന്ന് പറഞ്ഞു കളയും, തന്ത വൈബാണ് എന്ന് പറഞ്ഞു കളയും. അവിടെ കല്യാണത്തിന്റെ ദിവസം അവന്റെ ഇഷ്ടം പോലെ കല്യാണം നടത്തട്ടെ എന്ന് ചിന്തിച്ചിട്ട് കല്യാണ വീടുകളിൽ തോന്നിവാസങ്ങൾക്ക് അവസരം കൊടുക്കുന്ന പാപ്പമാരെ, അയ്യോ ഉപ്പമാരെ, നമ്മൾ ഈമാനികമായി ചുരുങ്ങിക്കൂടാ. എന്റെ വീട്ടിൽ ഹറാമ് ചെയ്യുന്ന വിവാഹങ്ങൾ ഉണ്ടാകരുത്, അന്യപുരുഷൻ അന്യമോളെ പെണ്ണിനെ കാണുന്ന അവസരങ്ങൾ ഉണ്ടാകരുത്. എന്റെ വീട്ടിലൊരു മുസ്ലിയാര് വന്നിട്ട് അന്യ പെണ്ണുള്ളതിന്റെ പേരിൽ വീട്ടിൽ കയറാൻ പ്രയാസപ്പെടുന്ന രംഗുണ്ടാകരുത്. എന്റെ വീട്ടിൽ വരുന്ന സയ്യിദന്മാരെയും തങ്ങന്മാരെയും ഞാൻ ബഹുമാനിച്ചിട്ട് അവരങ്ങ് പോയാൽ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യുന്നതിന് മക്കൾക്കും പെൺകുട്ടികൾക്കും അവസരം കൊടുക്കുന്ന വീടുകളായി എന്റെ വീട് മാറരുത്. ഓ മുഅ്മിനായ മനുഷ്യ, നമുക്ക് ദൃഢനിഷ്ഠയുണ്ടാകണം. വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഭയങ്കര നിർബന്ധം, ഉസ്താദ് കല്യാണത്തിന് വന്നേ പറ്റുള്ളൂ. നിർബന്ധം കേട്ടാ തോന്നും പടച്ചോനെ നമ്മൾ പോയില്ലെങ്കിൽ ആ കുട്ടീന്റെ ഈമാൻ പോയി പോവോ തോന്നിപ്പോകും. അങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുവരും. കല്യാണ വീട്ടിൽ ചെന്ന് നോക്കിയാലോ ഒരു മുസ്ലിയാർക്ക് കയറാൻ പോയിട്ട് ഈമാനുള്ള ഒരു മൂമിന് തന്നെ കയറാൻ പറ്റൂല. തോന്നിവാസം നടക്കുന്ന വീടുകളായി കല്യാണ വീടുകൾ മാറുകയാണ്. നമ്മളെ ഭാഗത്ത് അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാവൽ